ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ 2024 നവംബറിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: അടുത്തിടെ സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ നൽകുന്നതിനായി ദീപം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും പ്രവർത്തനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി വന്ന സോഫ്റ്റ്വെയർ ഏതാണ്? കെ-റീപ്പ് ആണ്. കെ-റീപ്പ്. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ്? NS മാധവനാണ്. NS മാധവൻ. അടുത്ത ക്വസ്റ്റ്യൻ: ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി പുനർനിയമിതനായതാരാണ്? ഡോക്ടർ മോഹനൻ കുന്നുമ്മലാണ്. അപ്പോൾ ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ മോഹനൻ കുന്നുമ്മലാണ്. സായുധ സേനകളുടെ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യ വനിത? സായുധ സേനകളുടെ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യ വനിത ആരാണ്? ആരതി സരനാണ്. അടുത്ത ക്വസ്റ്റ്യൻ: JCB സാഹിത്യ പുരസ്കാരം 2024 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉപമന്യു ചാറ്റർജിക്കാണ്. 2024 19ാമത് G20 ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? റിയോ ഡി ജനീറോ ആണ്, ബ്രസീൽ. അടുത്ത ക്വസ്റ്റ്യൻ: ഹൈപ്പർസോണിക് ആയുധം സ്വന്തമായിട്ടുള്ള എത്രാമത്തെ രാജ്യമാണ്? ഇന്ത്യ. 4ാമത്തെ രാജ്യമാണ്. ഇന്ത്യ എന്നാണ് ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷിച്ചത്? 2024 നവംബർ 17-നാണ് പരീക്ഷിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി പ്രവർത്തനം ആരംഭിച്ച ജില്ല ഏതാണ്? കൊല്ലമാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി. ഏത് ജില്ലയിലാണ് അക്ഷര മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? കോട്ടയം ജില്ലയിലാണ്. ഓക്കെ, താങ്ക് യു ഓൾ.